ഒരു നിമിഷം ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ദുഃഖകരമായ വാർത്ത വരുന്നുണ്ട്. അഫ്ഗാൻ മലനിരകളിൽ ഇന്ത്യൻ യാത്രാ വിമാനം തകർന്നു വീണു എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോയതിനു ശേഷം തിരികെ എത്താം. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വിവരങ്ങൾ വായിച്ചിരുന്നത്. ബൽറാം, ഈ അപകടം എങ്ങനെയുണ്ടായി? മറ്റെന്തെങ്കിലും വിവരങ്ങൾ കൂടുതലായി അറിവാകുന്നുണ്ടോ ബൽറാം? ഉന്മേഷ പ്രാഥമികമായ വിവരം മാത്രമാണ് ഇത് സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അഫ്ഗാനിലെ മലനിരകളിൽ ഒരു ഇന്ത്യൻ യാത്രാ വിമാനം തകർന്നു വീണു എന്നാണ് ടോളോ ന്യൂസ്, അഫ്ഗാൻ മാധ്യമമായ ടോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബദഖ്ഷാൻ പ്രവിശ്യയിലെ ഖുറാൻ, മുജാൻ, സിബാക് ജില്ലകൾ ചേരുന്ന ടോഖാനിയിലെ മലനിരകളിലാണ് ഇന്ത്യൻ യാത്രാ വിമാനം തകർന്നു വീണുതായുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് ഇൻഫർമേഷൻ ആൻഡ് കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് മേധാവി സബിഹുള്ള അമീരിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലെ ടോളോ ന്യൂസ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഏത് കമ്പനിയുടെ യാത്രാ വിമാനമായിരുന്നു, എത്ര യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. ഒരു ഇന്ത്യൻ യാത്രാ വിമാനം അഫ്ഗാനിസ്ഥാനിലെ ടോപ്ഖാനയിലെ മലനിരകളിൽ തകർന്നു വീണിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി വ്യോമയാന മന്ത്രാലയമോ അല്ലെങ്കിൽ DGPA അടക്കമുള്ളവരുടെ യാതൊരു പ്രതികരണവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ അഫ്ഗാൻ മാധ്യമമായ ടോളോ ന്യൂസ് ആണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അഫ്ഗാൻ അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത ഈ അഫ്ഗാൻ മാധ്യമമായ ടോളോ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ ബൽറാം, ഈ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ അവര് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണോ? ഇത്തരത്തിലൊരു അപകടം സംബന്ധിച്ച് വിവരമില്ല എന്നാണോ അവർ പറയുന്നത്? ചില ദേശീയ മാധ്യമങ്ങളൊക്കെ ആ നിലയ്ക്ക് കൂടി റിപ്പോർട്ട് ചെയ്ത് കാണുന്നുണ്ടല്ലോ ബൽറാം. ഉന്മേഷ്, ഈ അപകടം സംബന്ധിച്ച ഇന്ത്യൻ വിമാനം അപകടത്തിൽപ്പെട്ടതായി അഫ്ഗാൻ മാധ്യമം ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യം എന്തായാലും DGPAയോ അല്ലെങ്കിൽ ഇന്ത്യൻ അധികൃതരോ അത്തരത്തിൽ യാതൊരു സ്ഥിരീകരണവും ഇക്കാര്യത്തിൽ ഇതുവരെ നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അഫ്ഗാൻ മാധ്യമം ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകി എന്നത് സംബന്ധിച്ചും ഇപ്പോൾ അവ്യക്തത തുടരുകയാണ്. അഫ്ഗാൻ മാധ്യമമായ ടോളോ ന്യൂസ് ആണ് ഇന്ത്യൻ വിമാനം അഫ്ഗാൻ മലനിരകളിൽ തകർന്നു വീണു എന്ന് അഫ്ഗാനിലെ മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ വാർത്ത നൽകിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഇക്കാര്യം ഇതുവരെയും സ്ഥിരീകരിക്കുന്നില്ല. DGPAയോ വ്യോമയാന മന്ത്രാലയമോ ഇക്കാര്യം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഉന്മേഷ്, ഇപ്പൊ കൂടുതൽ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ DGCA പറയുന്നത് ഒഫീഷ്യലി അവർ കൺഫേം ചെയ്യുന്നു ദിസ് ഇസ് നോട്ട് ആൻ ഇന്ത്യൻ പ്ലെയിൻ എന്നവർ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത് മൊറോക്കൻ രജിസ്റ്റേർഡ് DF-10 എയർക്രാഫ്റ്റ് ആണ്. സീനിയർ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അത് മൊറോക്കൻ ഫ്ലൈറ്റ് ആണെന്നുള്ള DGCയുടെ ഒരു വിശദീകരണം കൂടി വരുന്നുണ്ടല്ലോ ഇപ്പോൾ ബൽറാം. ഉന്മേഷ്, ഇത് സംബന്ധിച്ച് ഇപ്പോൾ DGCA വ്യക്തമാക്കിയിരിക്കുന്നത് അത് ഇന്ത്യൻ വിമാനമല്ല എന്ന സ്ഥിരീകരണം തന്നെയാണ്. DGCAക്ക് അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള വിശദീകരണവും ലഭിച്ചിട്ടില്ല എന്നുമാണ്. മൊറോക്കോൺ രജിസ്റ്റേർഡ് ആയ DF-10 വിമാനമാണ് ഇത്തരത്തിൽ തകർന്നു വീണത്, ടോപ്ഖാനയിലെ മലനിരകളിൽ തകർന്നു വീണത് എന്നാണ് DGCA നൽകുന്ന വിശദീകരണം എന്നുള്ളത്. ഇന്ത്യ ഇക്കാര്യം നിഷേധിച്ചിരിക്കുന്നു. DGCA ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം നിഷേധിച്ചിരിക്കുകയാണ്. തകർന്നു വീണത് ഇന്ത്യൻ വിമാനമല്ല എന്നും ഉള്ള കാര്യമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മൊറോക്കയിൽ അല്ലെങ്കിൽ മൊറോക്കൻ രജിസ്റ്റേർഡ് ആയ ഒരു വിമാനമാണ് അഫ്ഗാൻ മലനിരകളിൽ തകർന്നു വീണിരിക്കുന്നത് എന്നാണ് DGCAയുടെ വിശദീകരണം. എന്നാൽ ടോളോ ന്യൂസ് നൽകിയത് എന്തുകൊണ്ട്, എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു വാർത്ത നൽകി എന്നുള്ളത് എന്തായാലും പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ വിമാനം എന്ന് അഫ്ഗാൻ മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ്, മന്ത്രിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ടോളോ ന്യൂസ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ DGCA ഇക്കാര്യം നിഷേധിച്ചിരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായി ഇന്ത്യൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഔദ്യോഗികമായ വിശദീകരണം ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബൽറാം. ദ അൺഫോർച്ചുനേറ്റ് പ്ലെയിൻ ക്രാഷ് ദാറ്റ് ഹാസ് ജസ്റ്റ് ഒക്കേർഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ ഈസ് നെയ്തർ ആൻ ഇന്ത്യൻ ഷെഡ്യൂൾഡ് എയർക്രാഫ്റ്റ് നോൺ ഷെഡ്യൂൾഡ് ചാർട്ടർ എയർക്രാഫ്റ്റ്. ഇറ്റ് ഈസ് എ മൊറോക്കൻ രജിസ്റ്റേർഡ് സ്മോൾ എയർക്രാഫ്റ്റ്. മോർ ഡീറ്റെയിൽസ് ആർ അവൈറ്റഡ് എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിശദീകരണം വരുന്നത്. അപ്പോൾ ടോളോ ന്യൂസ് അങ്ങനെ എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ആശങ്ക അല്പം അകന്നു എന്ന് വേണം കരുതാൻ. ഔദ്യോഗികമായി വരുന്ന വിവരം എന്ന് പറയുന്നത് ഇന്ത്യൻ വിമാനമല്ല, മറിച്ച് അതൊരു മൊറോക്കൻ രജിസ്റ്റേർഡ് എയർക്രാഫ്റ്റ് ആണ് എന്ന് ഉറപ്പിക്കാം, അല്ലേ ബൽറാം? തീർച്ചയായും നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അത് ഇന്ത്യൻ വിമാനമല്ല എന്ന് തന്നെ ഔദ്യോഗികമായി DGCA വ്യക്തമാക്കിയിരിക്കുകയാണ്.
അത് മൊറോക്കൻ രജിസ്റ്റേർഡ് ആയ ഒരു വിമാനമാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ത്യൻ വിമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ സർവീസ് നടത്തുന്ന വിമാനങ്ങളെ സംബന്ധിച്ചും ഔദ്യോഗികമായി അത് സംബന്ധിച്ചുള്ള അവസാന വാക്ക് DGCA തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി ഇത് ഇന്ത്യ DGCA ഇക്കാര്യം നിഷേധിച്ചിരിക്കുന്നു. തകർന്നു വീണത് അഫ്ഗാൻ മലനിരകളിൽ തകർന്നു വീണത് ഇന്ത്യൻ വിമാനം അല്ല എന്നും അത് ഒരു മൊറോക്കൻ രജിസ്റ്റേർഡ് ആയ വിമാനമാണ് എന്നും അതാണ് DGCA വ്യക്തമാക്കിയിരിക്കുന്നത്. ടോളോ ന്യൂസിന്റെ വാർത്ത സംബന്ധിച്ചുള്ള വ്യക്തത വരും സമയങ്ങളിൽ ലഭ്യമാകും എന്ന് തന്നെയാണ്. ഇന്ത്യൻ വിമാനമാണ് തകർന്നു വീണതെന്ന് ഔദ്യോഗികമായി ടോളോ ന്യൂസ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ടോളോ ന്യൂസ് വാർത്ത പുറത്തുവിട്ടതാണ് ഇന്ത്യയെ ഏറെ ആശങ്കയിലാക്കിയത്. എന്നാൽ DGCA നിമിഷങ്ങൾക്കകം തന്നെ അത് വ്യക്തത വരുത്തിയിരിക്കുന്നു. അത് ഇന്ത്യൻ വിമാനമല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. മൊറോക്കൻ രജിസ്റ്റേർഡ് ആയ വിമാനമാണ് അഫ്ഗാൻ മലനിരകളിൽ തകർന്നു വീണതെന്നും DGCA വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി അറിയാനുള്ളത് ബൽറാം, അങ്ങനെയെങ്കിൽ ഇന്ത്യക്കാർ ആരെങ്കിലും സഞ്ചാരികളെ യാത്രക്കാരായി അതിലുണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ അറിയാനുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ അപകടം നടന്നതേ ഉള്ളൂ, അതിന്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരാനുണ്ട്. ഏതായാലും പ്രാഥമികമായത് ഇന്ത്യൻ വിമാനമല്ല എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ DGCA വ്യക്തത വരുത്തിയിരിക്കുന്നു. ഈ ഏതെങ്കിലും ചാനലുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുള്ള ചാനലുകൾ, മാധ്യമങ്ങളൊക്കെ ബൽറാം? ഉന്മേഷ്, നിലവിൽ ഇപ്പോൾ അപകടത്തിന്റെ വാർത്ത പുറത്തു വന്ന നിമിഷങ്ങൾക്കകം തന്നെ DGCA അക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ വിമാനമല്ല എന്നുള്ളത് വലിയ തോതിൽ ആശങ്ക അകറ്റിയിരിക്കുന്നു. ഇനി അതിൽ ഇന്ത്യക്കാരുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ആശങ്കയായി നിലനിൽക്കുന്നത്. എന്നാൽ ഈ വിമാനം എവിടെ നിന്ന് എവിടേക്ക് പോവുകയായിരുന്ന വിമാനമാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാകുമ്പോൾ മാത്രമേ അതിലെ യാത്രക്കാരുടെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ പുറത്തു വരികയുള്ളൂ. ഉടൻ തന്നെ അക്കാര്യങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉയർത്തിയ ഒരു റിപ്പോർട്ടാണ് അഫ്ഗാൻ മാധ്യമമായ ടോളോ ന്യൂസ് അഫ്ഗാൻ അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് പുറത്തുവിട്ടത്. ഇന്ത്യൻ വിമാനം അഫ്ഗാൻ മലനിരകളിൽ തകർന്നു വീണിരിക്കുന്നുവെന്ന് അക്കാര്യം ഇന്ത്യ നിഷേധിച്ചിരിക്കുകയാണ്. DGCA അത് വ്യക്തമാക്കിയിരിക്കുന്നു. തകർന്നു വീണത് ഇന്ത്യൻ വിമാനമല്ല എന്നും മൊറോക്കൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വിമാനമാണ് അഫ്ഗാൻ മലനിരകളിൽ തകർന്നു വീണത് എന്നുമാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഇനി മറ്റ് വിവരങ്ങൾ, ഈ അപകടം സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഏത് വിമാനം, എത്ര യാത്രക്കാർ, എവിടെ നിന്ന് എവിടേക്ക് പോവുകയായിരുന്ന വിമാനം, അതിൽ ഇന്ത്യക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉന്മേഷ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ വന്ന വാർത്ത അത് അഫ്ഗാന്റെ ന്യൂസ് മാധ്യമമായ ടോളോ ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത്. ഒരു ഇന്ത്യൻ വിമാനം തകർന്നു വീണു അഫ്ഗാൻ മലനിരകളിൽ എന്നുള്ളതായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ DGCAയും ഇന്ത്യൻ സിവിൽ ഏവിയേഷനും ഒക്കെ ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുന്നു. അത് ഇന്ത്യൻ വിമാനമല്ല എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. മറിച്ച് അതൊരു മൊറോക്കൻ രജിസ്റ്റേർഡ് എയർക്രാഫ്റ്റ് ആണ് എന്ന് പറയുന്നു. ആ വിമാനത്തിൽ നിലവിൽ ഇന്ത്യക്കാർ ഇല്ല എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. അല്പ സമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത വരും. മോസ്കോയിലേക്കുള്ള യാത്രയ്ക്കിടെ ഈ വിമാനം തകർന്നു വീണു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അഫ്ഗാൻ വാർത്താ ഏജൻസിയാണിത് പുറത്തുവിട്ടത്. പക്ഷേ വാർത്ത വന്ന ആദ്യഘട്ടത്തിൽ അല്പം ആശങ്കയുണ്ടായി. അതിന് കാരണം അത് ഇന്ത്യൻ വിമാനമാണ് എന്ന് ടോളോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് DGCA തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.